ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താ നോക്കിയേ? ലീനിയർ മെഷർമെൻറ്റ്സ് ആൻഡ് ചെയിൻ സർവേയിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയത്. ഓക്കെ, ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്ററിനെ ഡീൽ ചെയ്യാം. അതാണ് കോമ്പസ് സർവേയിങ്. ഓക്കെ, കോമ്പസ് സർവേയിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ നോക്കിയേ? ചെയിൻ സർവേയിങ് ആണ് നോക്കിയത് അല്ലേ? ചെയിൻ സർവേയിങ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, എന്തായിരുന്നു നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ ചെയ്തത്? സപ്പോസ് എനിക്കൊരു പ്ലോട്ട് ഉണ്ട്. എനിക്കിങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ പ്ലോട്ടിനെ ഞാൻ എന്ത് ചെയ്തു? കുറേ ട്രയാങ്കിൾസ് ആയിട്ട് അല്ലേ, കുറേ ട്രയാങ്കിൾസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്തു. ഓരോ ട്രയാങ്കിളിൻ്റെയും ലെങ്തുകൾ കണ്ടുപിടിച്ചു അല്ലേ? ലെങ്തുകൾ ഞാൻ കണ്ടുപിടിച്ചു. എല്ലാ വശങ്ങളുടെയും ലെങ്തുകൾ ഞാൻ ചെയിൻ വെച്ച് അളന്ന് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ പോർഷൻ്റെയും ഏരിയ കണ്ടുപിടിക്കുന്നു. സോ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നു. ഇത്രയായിരുന്നു നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ ചെയ്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ഇത്രയാണ് ചെയ്തത്. ഓക്കെ, അത് ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ എഴുതാം. ഫസ്റ്റ് വൺ എന്താ? ഉള്ളി ലീനിയർ മെഷർമെൻറ്റ്സ്. ഉള്ളി ലീനിയർ മെഷർമെൻറ്റ്സ്. ഓക്കെ, അതുപോലെ ചെയിൻ സർവേ യൂസ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ വസ്തു അളക്കാനാണ് അല്ലേ? ചെറിയൊരു ഏരിയ. സോ എക്സ്റ്റെൻറ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്മോൾ ആയിരുന്നു. ചെറിയൊരു ഏരിയ ഒക്കെ അളക്കാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ചെയിൻ സർവേ യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്തായിരുന്നു? ഒത്തിരി അണ്ടുലേഷൻസ് വന്നാലല്ലേ, നമ്മൾ സ്ലോപ്പൊക്കെ നോക്കിയല്ലേ, ഒത്തിരി അണ്ടുലേഷൻസ് വന്നാലും ചെയിൻ സർവേ ചെയ്യാൻ നമുക്ക് പാടാണ്. സോ ഏരിയ ഈസ് കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ്. ഈ കണ്ടീഷനുകളിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? ചെയിൻ സർവേ യൂസ് ചെയ്തത്. ഇനി ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. തൽക്കാലം നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. ഓക്കെ, ശരി. ഇവിടെ ഈ ഒരു സർവേ ലൈൻ ഞാനിങ്ങനെ എടുക്കുക. അതിൽ ഏതെങ്കിലും ഒരു സർവേ ലൈനെ ഞാൻ എടുക്കുക. ഒരു സർവേ ലൈനെ ഞാൻ എടുക്കും. ഈ സർവേ ലൈനിൻ്റെ ലെങ്ത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്? ചെയിൻ സർവേയിൽ കണ്ടുപിടിച്ചത്. ഓക്കെ, ആ ലെങ്തിനോടൊപ്പം ഈ സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ കൂടി നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ലെങ്തിനോടൊപ്പം എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ കൂടി ഡീൽ ചെയ്യാൻ പോവുകയാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പസ് സർവേയിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് മെത്തേഡിൽ എനിക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. സോ ഡയറക്ഷൻ എന്ന് പറയുന്ന ടൈം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോമ്പസ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലക്ഷ്യം? എന്താണ്? ഡയറക്ഷൻ ഓഫ് സർവേ ലൈനുകളുടെ ഡയറക്ഷനെ ഡീല് ചെയ്യുക. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലക്ഷ്യം. ലെങ്തിനെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ലീനിയർ മെഷർമെൻറ്റ്സിൽ നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡയറക്ഷനെ ഡീൽ ചെയ്യാൻ പോവുകയാണ്. ശരി, ഇതാ നോക്കിയേ. എന്തായിരുന്നു നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്ങിൽ രണ്ട് കാര്യം വരുന്നല്ലേ. ഒന്ന് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടും. ഇനി എന്തായിരുന്നു? ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ടു നോൺ റെഫറൻസസ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, ലൊക്കേഷൻ പ്രിൻസിപ്പിളാണ്. ലൊക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ടു ഫിക്സഡ് പോയിന്റ്സ് അല്ലേ? എന്താ? എനിക്ക് ഒരു പോയിന്റിന്റെ ലൊക്കേഷൻ പറയണമെങ്കിൽ 2 ഫിക്സഡ് പോയിന്റ്സ് എങ്കിലും മിനിമം വേണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇവരെ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് പൊസിഷനിങ്. ഓക്കെ, റിലേറ്റീവ് പൊസിഷനിങ്. ഓക്കെ, ഒരു സർവേ സ്റ്റേഷന്റെ പൊസിഷൻ പറയാൻ ഞാൻ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ് പോയിന്റ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ അതാണ് എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സർവേയിങ് എന്ന് പറയുന്നത് എന്താണ്? സർവേയിങ് എന്ന് പറയുന്ന റിലേറ്റീവ് പൊസിഷനിങ് ആണ്. ARC എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ? ARCനെ റിലേറ്റ് ചെയ്ത് മാത്രമേ ARCൻ്റെ പൊസിഷൻ പറയാൻ പറ്റൂ. ഓക്കെ, കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതിന് ശേഷം ഇന്ന ഡയറക്ഷനിൽ നിങ്ങൾ ഇത്ര ദൂരം സഞ്ചരിക്കുക. റിലേറ്റ് ചെയ്ത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ റിലേറ്റീവ് പൊസിഷൻ, ഡയറക്ഷൻ. ഒരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിലും ഞാൻ റിലേറ്റ് ചെയ്ത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? നമ്മൾ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യുന്നു. എന്താണ്? റിലേറ്റ് ചെയ്ത് പഠിക്കുക. റിലേറ്റ് ചെയ്തേ നമുക്ക് പറയാൻ പറ്റൂ. റിലേറ്റീവ് പൊസിഷനിങ്. സോ ഞാനിവിടെ ഡയറക്ഷൻ ഓഫ് സർവേ ലൈൻ എന്ന് പറയുന്നതും എന്താണ്?
റിലേറ്റീവ് ആണ്. ഒരാളെ റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ എനിക്കൊരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റൂ. അത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. ഓക്കെ, ശരി. ഞാൻ രണ്ട് സിറ്റുവേഷൻസ് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഒന്നത് എനിക്കിങ്ങനെ ഒരു സർവേ ലൈൻ ഉണ്ട്. ഓക്കെ, സർവേ ലൈൻ ഉണ്ട്. എ ബി സി, രണ്ട് സർവേ ലൈനുകളുണ്ട്. ആദ്യ സർവേ ലൈൻ ഞാൻ ഇപ്പുറത്തും വരയ്ക്കുന്നു. എ ബി സി, എനിക്ക് രണ്ട് സർവേ ലൈനുകളുണ്ട്. ഓക്കെ, നോക്കിയേ, ഞാനിപ്പോൾ ബി സി എന്ന് പറയുന്ന സർവേ ലൈനെയാണ് ഡയറക്ഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. ബി സിയുടെ ഡയറക്ഷൻ എന്ത് എന്നാണ് ഞാൻ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. ഓക്കെ, ആദ്യം ഞാൻ പറയുന്നത് എന്താ, എ ബി എന്ന് പറയുന്ന ലൈനുമായി ബി സി എന്ന് പറയുന്ന ലൈൻ ഒരു 60 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഓക്കെ, എന്താ പറഞ്ഞ, എ ബി എന്ന് പറയുന്ന സർവേ ലൈനുമായി ബി സി എന്ന് പറയുന്ന സർവേ ലൈൻ ഒരു 60 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ബി സിയുടെ ഡയറക്ഷൻ വേറെ എ ബിയെ റെഫർ ചെയ്ത് പറഞ്ഞു. റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്, എ ബിനെയാണ്. ശരി, ഇനി ഇതാ നോക്കിയേ, ബി സി എന്ന് പറയുന്ന ലൈനെ ഞാൻ വേറെ ഒരു ഫിക്സഡ് ലൈനുമായിട്ട്, എ ബിയെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, വേറെ ഒരു ഫിക്സഡ് ലൈൻ, ഏതോ ഒരു ഫിക്സഡ് ലൈൻ, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വേണമെന്നില്ല, വെർട്ടിക്കലായിട്ട് വേണമെന്നില്ല, എനിക്ക് ചരിച്ച് വേണമെങ്കിലും വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് പറയുന്നു. ആ വെർട്ടിക്കൽ ലൈന് ഞാൻ തൽക്കാലം ഒരു പേരൊക്കെ കൊടുക്കുന്നു, പി ക്യു. ഓക്കെ, പി ക്യു എന്ന ലൈനുമായി എൻ്റെ ബി സി ഒരു 120 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. 120 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. ഓക്കെ, 120 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. എന്താ രണ്ടിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്? ഞാനിവിടെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു അനദർ സർവേ ലൈൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു അനദർ സർവേ ലൈൻ, മറ്റൊരു സർവേ ലൈനുമായിട്ട് എ ബിയെ ചേർത്തിട്ടാണ് ഞാൻ ബി സിയുടെ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഞാനിവിടെ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത്, ബി സിയുടെ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് ലൈൻ ഓർ ഫിക്സഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് ലൈൻ. തൽക്കാലം നമുക്ക് ഫിക്സഡ് ലൈൻ എന്ന് എഴുതാം, ഫിക്സഡ് ലൈൻ. ഓക്കെ, നോക്കിയേ, ബി സിയുടെ ഡയറക്ഷൻ ഞാൻ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു അനദർ സർവേ ലൈൻ പറഞ്ഞിരിക്കുന്നു. ബി സിയുടെ ഡയറക്ഷൻ ഞാൻ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫിക്സഡ് ലൈൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സർവേ ലൈനിന്റെ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു മറ്റൊരു സർവേ ലൈനാണ് പറയുന്നതെങ്കിൽ ആ ഡയറക്ഷനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ റെപ്രസെൻറ്റേറ്റിംഗ് മെത്തേഡിനെ പറയുന്ന പേരാണ് ആംഗിൾ. എന്താണ്? ആംഗിൾ. വിത്ത് റെസ്പെക്ട് മറ്റൊരു സർവേ ലൈനാണ് ഞാനൊരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ പറയുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണിത് ആംഗിൾ. ഓക്കെ, അതേസമയം വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് ലൈനാണ് ഞാൻ പറയുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബിയറിംഗ്. ഓക്കെ, എന്താണ് ബിയറിംഗ്? ഇറ്റ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് എ സർവേ ലൈൻ വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് ലൈൻ ഓർ ഫിക്സഡ് ഡയറക്ഷൻ, ഓർ ആ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡയറക്ഷനെ ഞാൻ പറയുന്ന പേരാണ് എന്ത്? മെറിഡിയൻ. എന്താണ്? മെറിഡിയൻ. അതിനെ പറയുന്ന പേരാണ് എന്ത്? മെറിഡിയൻ. ശരി, നമുക്കപ്പോൾ എന്താണ് മെറിഡിയൻ എന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് എന്താണ്? മെറിഡിയൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മെറിഡിയൻ. ഇറ്റ് ഈസ് എ ഫിക്സഡ് ഡയറക്ഷൻ. ഓക്കെ, ഫിക്സഡ് ഡയറക്ഷൻ ആണ് എന്ത്? മെറിഡിയൻ. ഓക്കെ, ബിയറിങ്ങുകൾ നമ്മൾ എടുക്കുന്ന ഏതിനെ വെച്ചിട്ടായിരിക്കും? മെറിഡിയനെ വെച്ചിട്ടായിരിക്കും. ബിയറിങ്സ് ആർ represented with respect to മെറിഡിയൻ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ബിയറിങ്ങുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് വീണ്ടും ഇവിടെ തന്നെ വരാം. എന്താണ് അപ്പം നമുക്കിവിടെ ഈ ഒരു വരേനെ എനിക്ക് എന്തെന്ന് പറയാം? ഈ ഒരു വരേനെ എനിക്ക് മെറിഡിയൻ എന്ന് പറയാം. ഓക്കെ, മെറിഡിയൻ എന്ന് പറയാം.
ഓക്കെ, ഇത്രയാണ് നമ്മളിവിടെ ചെയ്തത്. ഇതാ നോക്കിയേ, എനിക്ക് എൻ്റെ കയ്യിലൊരു കോമ്പസ് ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ്. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? കോമ്പസ്. കോമ്പസ്, സാധാരണ കോമ്പസ് അല്ലേ? കണ്ടിട്ടില്ലേ? നമ്മൾ കയ്യിൽ വെച്ചിട്ട്, നമ്മളെ മൊബൈൽ ഫോണിലെ കോമ്പസ് അല്ല, സാധാരണ ഒരു കോമ്പസ് ഉണ്ടല്ലോ നമ്മളെ വട്ടത്തിലിരിക്കുന്നത്. അതിലെന്തുണ്ട്? ഒരു നീഡിലുണ്ട് അല്ലേ? ഒരു നീഡിലുണ്ട്. എന്താണ് ആ നീഡിലിൻ്റെ പ്രത്യേകത? ആ നീഡിൽ എപ്പോഴും, ആ നീഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റ് ആണ് അല്ലേ? മാഗ്നറ്റ് ആണ്. സോ കോമ്പസിലുള്ള നീഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താ? അതെപ്പോഴും നോർത്തിലേക്ക് നോക്കി നിൽക്കും അല്ലേ? നമ്മുടെ ആ നീഡിൽ എപ്പോഴും എന്ത് ചെയ്യും? നോർത്തിലേക്ക് നോക്കിയിരിക്കും. സോ കോമ്പസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റ് ആണ്. സോ അതുകൊണ്ട് ഞാൻ അതിന് എന്തെന്നാ പറയുന്നത്? മാഗ്നെറ്റിക് കോമ്പസ് എന്ന് പറയും. മാഗ്നെറ്റിക് കോമ്പസ്. കോമ്പസ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് കോമ്പസ്. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്? അതെപ്പോഴും ഒരു മാഗ്നറ്റിക് നീഡിലാണുള്ളത്. ആ മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും എന്ത് ചെയ്യും? നോർത്തിലേക്ക് നോക്കി നിൽക്കും. ശരി, ഇതാ ഞാൻ ആ മാഗ്നറ്റിക് കോമ്പസ് ഒന്ന് വരയ്ക്കാൻ പോവുക. മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, ഇതെൻ്റെ എർത്താണ്. എർത്തിന് മുകളിൽ എന്തുണ്ട്? നോർത്ത് ഉണ്ട്. താഴെ ആരുണ്ട്? സൗത്ത് ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ട്. ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ത് ചെയ്യും? അതിൻ്റെ നീഡിൽ, അതിൻ്റെ നോർത്ത് പോൾ നോർത്തിലേക്ക് നോക്കി നിൽക്കും അല്ലേ? അതിൻ്റെ നോർത്ത് പോൾ നോർത്തിലേക്ക് നോക്കി നിൽക്കും. ശരി, എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് ഭൂമിയുടെ നോർത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നമുക്കറിയാവുന്ന എന്താ? നോർത്തും ഒരേ പോളുകളാണ്. ഒരേ പോളുകൾ റിപ്പലാണ് ചെയ്യാനുള്ളത് അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നീഡിൽ നോർത്തിലേക്ക് നോക്കിക്കുന്നത്? നമുക്ക് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നോക്കാം. നോക്കിയേ, എനിക്കൊരു മാഗ്നറ്റ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ആ മാഗ്നറ്റിന് എന്തുണ്ട്? ഒരു നോർത്ത് ഉണ്ട്, ഒരു സൗത്ത് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മാഗ്നറ്റിൻ്റെ ഫീൽഡ്, മാഗ്നറ്റിന് അതിൻ്റെ ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരിധിയെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വെച്ച് നമ്മൾ കാണിക്കുന്നു അല്ലേ? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വരകൾ വരച്ച് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഈ മാഗ്നറ്റിക് ലൈൻസിൻ്റെ പ്രത്യേകത എന്താ? ഇവ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നത്. നോർത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എവിടെ നിന്നോ സൗത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അതാണെന്ത്? ഒരു ബാർ മാഗ്നറ്റിൻ്റെ പ്രത്യേകത. ശരി, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഭൂമിയെ വരയ്ക്കുന്നു. ഓക്കെ, ഭൂമിക്ക് എന്തുണ്ടടാ? ഒരു നോർത്ത് ഉണ്ട്, ഒരു സൗത്ത് ഉണ്ട്. ഭൂമിക്ക് മാഗ്നറ്റിസം ഉണ്ട്. എന്താണ്? നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ മാഗ്നറ്റിസം, ഭൂമിക്ക് എത്ര സ്ഥലത്ത് ഭൂമിയുടെ ആകർഷണം കൊടുക്കാൻ പറ്റുമോ അത്രയും സ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ മാഗ്നറ്റിക് ലൈൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് വെച്ച് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഭൂമിയുടെ മാഗ്നറ്റിക് ലൈൻസ് സൗത്തിൽ നിന്നും നോർത്തിലേക്ക് റൺ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു? നോർത്തിൽ നിന്നും സൗത്തിലേക്ക്. ഭൂമിയുടെ മാഗ്നറ്റിക് ലൈൻസ് എങ്ങനെയാണ്? സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് റൺ ചെയ്യുന്നത്. നോക്കിയേ, സൗത്തിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ശരി, ഇനി ഇതെന്താണ്? നമ്മുടെ കോമ്പസ്. ഇത് നമ്മുടെ ഭൂമിയാണ്. ഞാൻ ആ കോമ്പസിനെ ഒന്ന് നമ്മുടെ കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലിന് ഞാൻ ഇവിടേക്ക് വരയ്ക്കുന്നു. ഇതെൻ്റെ സൗത്ത്. ഓക്കെ, ഇതെൻ്റെ നോർത്ത്. ഓക്കെ, മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത്. ഇതെൻ്റെ ഭൂമിയുടെ നോർത്ത്. ഓക്കെ, ഈ അവസാനം ഞാൻ 2 വരകൾ വരച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? നോർത്തിൽ നിന്ന് എമർജ് ചെയ്യുന്നു എന്ന് കാണിക്കുക. അത് ഞാനിവിടെ വരയ്ക്കുക. നോർത്തിൽ നിന്ന് എമർജ് ചെയ്യുന്നു, പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇനി ഭൂമിയുടെ നോക്കിയേ. ഭൂമിക്ക് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് പോകുന്നത് അല്ലേ? സോ സൗത്തിലേക്കാണ് വന്നു ചേരാനുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എല്ലാം. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ? നോർത്തിലാണ് എല്ലാം വന്ന് ചേരുന്നത്. ഭൂമിയുടെ നോർത്തിലാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ മാഗ്നറ്റിക് ലൈൻസും വന്ന് ചേരുന്നത്. ഓക്കെ, ശരി, ഇതാ നോക്കിയേ, ആ മേലിൽ വരച്ച 2 എണ്ണം ഞാനിവിടെ വരയ്ക്കുക. ഭൂമിയുടെ നോർത്തിലേക്ക് എല്ലാം വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ നോർത്തിൽ നിന്നെല്ലാം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇതാ നോക്കിയേ, ഇവ ഒന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ നിന്ന് നോർത്തിൽ നിന്ന് പോകുന്ന ആ ലൈൻ ഓഫ് ഫോഴ്സ് എവിടെ ചെന്ന് ചേരുന്നു? ഈ നോർത്തിൽ നിന്ന് പോകുന്ന ഈ പോകുന്ന ലൈൻ എന്ത് ചെയ്യുന്നു?
ഈ നോർത്തിൽ വന്ന് ചേരുന്നു. മനസ്സിലായോ? ഇവിടെ നിന്ന് പോകുന്ന സാധനം, ഇവിടെ നിന്ന് പോകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭൂമിയുടെ ഈ നോർത്തിൽ തന്നെ വന്ന് ചേരുന്നു. നോക്കിയേ, ഇവ തമ്മിൽ എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. ഇത് തമ്മിൽ എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂമിക്കൊരു നോർത്തുണ്ട്, അതിലേക്ക് ഒരു മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ വെക്കുകയാണെങ്കിൽ നോർത്ത് പോള് നോർത്തിലേക്ക് നോക്കിയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എന്താ നമ്മളിവിടെ പഠിച്ചേ? ഒരു മാഗ്നറ്റ് ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു പ്രിൻസിപ്പിളിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? കോമ്പസ്. അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ഫ്രീലി ഒരു മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നോർത്തിലേക്ക് നോക്കി നിൽക്കും. മാഗ്നറ്റിൻ്റെ നോർത്ത് ഭൂമിയുടെ നോർത്തിലേക്ക് നോക്കി നിൽക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. അതാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ എന്താ, ഈ മാഗ്നറ്റിക് കോമ്പസ്, ഞാനൊരു മാഗ്നറ്റിക് കോമ്പസ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ മാഗ്നറ്റിക് കോമ്പസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ മാഗ്നറ്റിക് നീഡിൽ നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ എവിടെ നോക്കിക്കൊണ്ടിരിക്കും? നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, അല്ലേ? നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴും. ഓൾവേസ് എ മാഗ്നറ്റിക് നീഡിൽ pointed towards north of earth. ഒരു മാഗ്നറ്റിക് നീഡിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് ഭൂമിയുടെ നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടെന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഈ മാഗ്നറ്റിക് നീഡിലിനെ മാത്രം പറയുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് കോമ്പസ്. വേറെ ഒന്നുമില്ല അതിൽ. മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നതാണ് എന്ത്? മാഗ്നറ്റിക് കോമ്പസ്. സോ ഞാനൊരു മാഗ്നറ്റിക് കോമ്പസ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിലെ ഫിക്സഡ് ലൈൻ ഓൾവേസ് മീൻസ് ഫിക്സഡ് ആയിട്ട് അത് എവിടെ നോക്കിക്കൊണ്ടിരിക്കും? പോയിന്റഡ് ടുവേർഡ്സ് നോർത്ത് ഓഫ് ദി എർത്ത്. എർത്തിന്റെ നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അത് എർത്തിന്റെ നോർത്ത് ആയതുകൊണ്ടാണോ നമ്മുടെ മാഗ്നറ്റിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അല്ല, മാഗ്നറ്റിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. മാഗ്നറ്റിന്റെ നോർത്തിനെ അവിടേക്ക് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ മാഗ്നറ്റിന്റെ നോർത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഭൂമിയുടെ പോർഷൻ, ഓക്കെ, മാഗ്നറ്റിന്റെ നോർത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഭൂമിയുടെ ആ പോർഷനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് നോർത്ത് ഓഫ് എർത്ത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു കോമ്പസ് എടുത്ത് വെക്കുകയാണെങ്കിൽ, ഫ്രീലി സസ്പെൻഡഡ് ആയിട്ട് ഒരു കോമ്പസ് ഞാൻ വെക്കുകയാണെങ്കിൽ ആ കോമ്പസിന്റെ നോർത്ത് പോൾ എപ്പോഴും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്തിനെ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും ഫിക്സഡ് ആയിട്ട് മാഗ്നറ്റിക് നോർത്തിനെ നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു ഫിക്സഡ് ഡയറക്ഷനെ പറയുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് മെറിഡിയൻ. എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ? ഇറ്റ് ഈസ് ദി direction shown by a freely suspended magnet. It is a fixed line അല്ലെങ്കിൽ it is a direction shown by a freely suspended magnetic needle. അതാണ് എന്ത്? മാഗ്നറ്റിക് കോമ്പസ് തരുന്ന ഡയറക്ഷൻ എപ്പോഴും മാഗ്നറ്റിക് മെറിഡിയൻ ആയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് കോമ്പസ് ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ നോക്കി നിൽക്കുന്ന ഒരു നോർത്ത് സൈഡ് ഉണ്ട്, അല്ലേ? അതിനെ പറയുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് നോർത്ത് ഓഫ് എർത്ത്. ഓക്കെ, എന്താണ്? മാഗ്നറ്റിക് നോർത്ത് ഓഫ് എർത്ത്. മാഗ്നറ്റിക് നോർത്ത് ഓഫ് എർത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? കോമ്പസ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ആ കോമ്പസ് നേരെ നോക്കിയിരിക്കുന്ന മാഗ്നറ്റിക് നോർത്തിലായിരിക്കും. ആ കോമ്പസിന്റെ ഡയറക്ഷനിൽ പോയാൽ ഞാൻ എവിടെ ചെല്ലും? മാഗ്നറ്റിക് നോർത്ത് ഓഫ് എർത്തിൽ ചെല്ലും. ഓക്കെ ആണല്ലോ? അതാണ് എന്ത്? മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, മനസ്സിലായല്ലോ? മാഗ്നറ്റിക് മെറിഡിയൻ എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി. നോക്കിയേ, ഈ കോമ്പസ് കാണിച്ചു തന്നത്
മാഗ്നറ്റിക് നോർത്ത് ആണ്. അതായത് ഈ കോമ്പസിന്റെ നോർത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത്. ഇനി നാ നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്? സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഭൂമിയെ സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. നോക്കിയേ, ഈ സ്ഫിയറിന് ആ സ്ഫിയറിന് അതിൻ്റെതായ ഒരു ജോഗ്രഫിക്കൽ നോർത്ത് ഉണ്ട്. ഓക്കെ, ജോഗ്രഫിക്കൽ നോർത്ത്, അതായത് കറക്റ്റ് ഈ ഒരു വട്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഫിയറിന് ആ ഷേപ്പിന് എന്തുണ്ട്? ഒരു നോർത്ത് ഉണ്ട്. ഷേപ്പിന്റെ നോർത്ത്, കറക്റ്റ് ആയിട്ടുള്ള ഭൂമിയുടെ ആ ഷേപ്പിന്റെ നോർത്ത്. അതിന് മാഗ്നറ്റിസമായിട്ട് ബന്ധമില്ല. അതെന്താണ്? ഭൂമിയുടെ ഷേപ്പിന്റെ നോർത്താണ്. അതിനെന്തുണ്ട്? ഒരു സൗത്ത് ഉണ്ട്, അതുപോലെ ഒരു ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. ഇവരൊന്നും നമുക്ക് വലിയ ഉപകാരമുള്ള ആൾക്കാരല്ല, അതുകൊണ്ട് മാറ്റുന്നു. ഭൂമിക്ക് എന്തുണ്ട്? ജോമെട്രിക്കലി ഒരു നോർത്ത് ഉണ്ട്. ഓക്കെ, ആ നോർത്തിനെയും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് എന്തുണ്ട്? ഒരു സൗത്തും ഉണ്ടാവും. ഒരു ബോൾ നമ്മുടെ ഭൂമിയാവുന്ന ബോളിന് ജോഗ്രഫിക്കലി, കാരണം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിക്സഡ് ഷേപ്പ് ആണല്ലേ, ഫിക്സഡ് ഷേപ്പാണ്. അതിന് ജോഗ്രഫിക്കലി ഒരു നോർത്ത് ഉണ്ട്. വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാഗ്നറ്റിസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ജോഗ്രഫിക്കലി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നോർത്തും ഉണ്ട്, സൗത്തും ഉണ്ട്. ഓക്കെ, ആ നോർത്ത് സൗത്ത് ഡയറക്ഷനുകളെ ചേർത്ത് ഞാനൊരു വര വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ആ ഡയറക്ഷനെ പറയുന്ന പേരാണ് ട്രൂ മെറിഡിയൻ. ഓക്കെ, എന്താണ്? ട്രൂ മെറിഡിയൻ. ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ കാണിച്ചു തരുന്ന ഡയറക്ഷൻ എന്താണ്? മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, ട്രൂ നോർത്തിനെയും ട്രൂ സൗത്തിനെയും ചേർത്ത് ഞാൻ വരയ്ക്കുന്ന വര എന്താണ്? ട്രൂ മെറിഡിയൻ. നോക്കിയേ, ഈ ട്രൂ മെറിഡിയൻ എനിക്ക് എങ്ങനെ കിട്ടും? ട്രൂ മെറിഡിയൻ, ഈ ഭൂമിയുടെ ട്രൂ ആയിട്ടുള്ള നോർത്ത് ഏത് സൗത്ത് ഏത്? എൻ്റെ കയ്യിൽ ഒരു ബോളുണ്ട്, ആ ബോളിന്റെ കറക്റ്റ് നോർത്ത് അത് ഒരു ഫിക്സഡ് ഷേപ്പിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പൊസിഷനിൽ ഇരിക്കുക. അതിങ്ങനെ റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെ? ട്വിസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഭൂമി ലോഞ്ചിറ്റ്യൂഡിനലി മാത്രമല്ലേ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ, തിരിച്ചൊന്നും റൊട്ടേറ്റ് ചെയ്യത്തില്ലല്ലോ. സോ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഷേപ്പിന് ഒരു നോർത്ത് ഉണ്ട്, ഒരു സൗത്ത് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ, ഞാൻ ആ ബോളിൻ്റെ മുകളിൽ ചെന്ന് നിന്ന് നോക്കണം, ഇതിൻ്റെ നോർത്ത് എവിടെ. മുകളിൽ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആ ബോളിൻ്റെ നോർത്ത് കാണാൻ പറ്റും. എന്നിട്ട് സൗത്ത് കാണണമെങ്കിലോ ഞാൻ അടിയിൽ ചെന്ന് നിന്ന് നോക്കണം. ഓക്കെ, സെയിം കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുക. എനിക്ക് ഈ ഭൂമിയുടെ നോർത്ത് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഭൂമിയുടെ ടോപ്പ് സൈഡിൽ പോയി നിന്നിട്ട് ഇത് ഇങ്ങനെ നോക്കണം. ഓക്കെ, ഭൂമിക്ക് പുറത്ത് ഉള്ള ഒബ്ജക്റ്റ് എന്താണ്? അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റ് ഓർ സെലസ്റ്റിയൽ ബോഡീസ് ഒബ്ജക്ട്സ്. ഓക്കെ, താഴെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വേറൊരു സെലസ്റ്റിയൽ ബോഡിയിൽ, ഭൂമിക്ക് പുറത്തുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ ചെന്ന് നിന്നിട്ട് നോക്കണം. ഓക്കെ, ഭൂമിക്ക് പുറത്തുള്ള സെലസ്റ്റിയൽ ബോഡികൾ വെച്ചിട്ട് ഭൂമിയിലെ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്ന സർവേനെ പറയുന്ന പേരെന്താണ്? എന്താണ് ആ ടൈപ്പ് ഓഫ് സർവേയിങ്? ദാറ്റ് ടൈപ്പ് ഓഫ് സർവേയിങ് ഈസ് കോൾഡ് അസ്ട്രോണമിക്കൽ സർവേയിങ് അല്ലേ? നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? എസ്റ്റാബ്ലിഷ്ഡ് ബൈ അസ്ട്രോണമിക്കൽ സർവേ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ട്രൂ നോർത്തും ട്രൂ സൗത്തും ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാം. എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട്, ഓക്കെ, ആ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്തു? നോർത്തിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ആ മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവന്നിട്ട് അതേ സ്ഥലത്ത് ഞാൻ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? മാഗ്നറ്റിക് നോർത്ത് കാണിച്ചു തരണം. പക്ഷേ ആ മാഗ്നറ്റിക് നോർത്ത് 2 തവണ കാണിച്ചു തന്നു അല്ലേ? ഒരു ദിവസം കാണിച്ചു തന്നു, മറ്റൊരു ദിവസം കാണിച്ചു തന്നു. ഇത് രണ്ടും സെയിം ഡയറക്ഷൻ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇയാളെ ഇവിടെ നിന്നിട്ട് ഭൂമിയുടെ ഒരു മാഗ്നറ്റിസം എന്താ ചെയ്ത അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം? ഭൂമിയുടെ മാഗ്നറ്റിസത്തിന് ഒരു വേരിയേഷൻ ഉണ്ടാവാം. ആദ്യം കുറച്ച് ഫോഴ്സ് ഉള്ളെങ്കിൽ കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എന്തോ ഒരു റീസൺ കാരണം ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ചിലപ്പോൾ അത് ഇങ്ങോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വളരെ കുറച്ചായിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന പിറ്റേന്ന് തിരിഞ്ഞു നിൽക്കുന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, വളരെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക? അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? ഈ മാഗ്നറ്റിക് നോർത്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിസം. എർത്തിന്റെ മാഗ്നറ്റിസത്തിനെ
ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് എന്ത് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇവിടെ ഒന്ന് നോക്കിയേ, ഒരു ബോള് ഒരു ഫിക്സഡ് പൊസിഷനിൽ ഇന്നിരുന്നാലും നാളെ ഇരുന്നാലും എന്നിരുന്നാലും ആ ഫിക്സഡ് പൊസിഷനിൽ മാറ്റം ഉണ്ടാകത്തില്ല. ഓക്കെ, സോ ഈ ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് ഓൾവേസ് റിമൈൻ ഫിക്സഡ്. ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഭൂമിയുടെ ട്രൂ നോർത്ത്, ഓക്കെ, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ നോർത്ത് നമുക്ക് പറയാം. ട്രൂ നോർത്തും ട്രൂ സൗത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്, ഇൻഡിപെൻഡന്റ് ആണ്, ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് എന്താ, ഡിപ്പെൻഡന്റ് ആണ്, ഭൂമിയുടെ മാഗ്നറ്റിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താ, ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് എന്ത് രണ്ട് ടൈപ്പ് ഓഫ് മെറിഡിയൻസ് പഠിക്കാനുള്ളത്. ഒന്നെന്താണ് ട്രൂ മെറിഡിയൻ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആസ്ട്രോണമിക്കൽ സർവേ, ഓൾവേസ് റിമെയിൻസ് ഫിക്സഡ്. ഓക്കെ, കണക്റ്റിംഗ് എന്താണ്, കണക്റ്റിംഗ് ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് ജോഗ്രഫിക്കൽ സൗത്ത് ഓഫ് എർത്തിന്റെ ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വരെയാണ് എന്ത് ട്രൂ മെറിഡിയൻ. ഓക്കെ, രണ്ട് ടൈപ്പ് മെറിഡിയനാണ്. നോക്കിയേ, ഈ മെറിഡിയൻ ട്രൂ മെറിഡിയൻ എങ്ങനെയാ ഫിക്സ് ചെയ്യുക, അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റുകൾ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യാനുള്ളത് അല്ലേ. നമ്മളെ കൊണ്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് ഒരിക്കലും ഈ സാധനം ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെന്താ, പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും വേണം, ഹെവി ആയിട്ടുള്ള മെഷർമെന്റ്സ് മെത്തേഡും വേണം. ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു കോമ്പസ് എടുക്കുക, ജസ്റ്റ് വെക്കുക, എനിക്ക് നോർത്ത് ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് മെറിഡിയൻ ആയിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ കിട്ടുന്ന ഉത്തരത്തിൽ എന്തുണ്ടാകാം, എററുകൾ ഉണ്ടാകാം, വേരിയേഷൻസ് ഉണ്ടാകാം. എറർ എന്ന് പറയുന്നതിന് വേരിയേഷൻ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സൗകര്യം, വേരിയേഷൻസ് ഉണ്ടാകാം. ഓക്കെ, ശരി. ഇതാണെന്ത്, നമുക്ക് ഫിക്സഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ. ഒന്ന് ട്രൂ നോർത്ത്, ട്രൂ സൗത്ത്. നെക്സ്റ്റ് എന്താണ്, മാഗ്നറ്റിക് നോർത്ത്, മാഗ്നറ്റിക് സൗത്ത്. ഓക്കെ, ഇനി ഈ ഫിക്സഡ് ഡയറക്ഷൻ ഫിക്സ് ചെയ്യാനായി ഏതെങ്കിലും ഫിക്സഡ് ഡയറക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനിയുള്ളതാണ് എന്താ നോക്കി, എനിക്കൊരു ലാൻഡ് സർവേ ചെയ്യണം, ഒരു ചെറിയൊരു ലാൻഡ്, എൻ്റെ സിറ്റി മാത്രം. ഓക്കെ, എൻ്റെ ഒരു സിറ്റി, ഒരു ചെറിയൊരു സ്ഥലം. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലം, ചെറിയൊരു ടൗൺ എനിക്ക് മെഷർ ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ട്രൂ നോർത്തിലേക്ക് പോവാം, അതായത് ട്രൂ മെറിഡിയനിലേക്ക് പോവാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയനിലേക്ക് പോവാം. ഇത് രണ്ടുമല്ല, തൽക്കാലം എൻ്റെ ഈ പ്ലോട്ടിൻ്റെ ഈ ഭാഗത്ത് ഒരു ടവറുണ്ട്. അതുപോലെ ഈ പോർഷനിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ഓർ ചിമ്മിനിയോ അങ്ങനെ എന്തോ ഉണ്ട്. രണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുണ്ട്. ആ ഫിക്സഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ചേർത്തുകൊണ്ട് ഞാനൊരു വര വരയ്ക്കുന്നു. ഓക്കെ, ഫിക്സഡ് ആണ്. എനിക്ക് എന്ത് കിട്ടി, ഫിക്സഡ് ആയിട്ടുള്ള ലൈൻ കിട്ടി. ഫിക്സഡ് ആയിട്ടുള്ള ലൈനെ പറയുന്ന പേരെന്താണ്, മെറിഡിയൻ. ഫിക്സഡ് ആയിട്ടുള്ള ലൈനെ പറയുന്ന പേരാണ് മെറിഡിയൻ. ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട്, ചെറിയൊരു ആവശ്യത്തിനായിട്ട് ഞാൻ ഒരു ഏകദേശ ഐഡിയയിൽ ആർബിട്രറി ആയിട്ട് എടുത്തിട്ടുള്ള ഒരു മെറിഡിയൻ ആണ്. സോ ഈ മെറിഡിയനെ പറയുന്ന പേരാണ് എന്ത്, ആർബിട്രറി മെറിഡിയൻ. ഓക്കെ, എൻ്റെ കൺവീനിയൻസിനനുസരിച്ച് ഓക്കെ, മെറിഡിയൻ ഫോർ സ്പെസിഫിക് പർപ്പസസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ പർപ്പസിനായിട്ട്, എനിക്ക് സർവേ ചെയ്യാനായിട്ട് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഫിക്സഡ് ഡയറക്ഷനാണ്. ഓക്കെ, അതിനെ പറയുന്ന പേരാണെന്ത്, ആർബിട്രറി മെറിഡിയൻ. ഇതെന്തായിരിക്കും, ഇതെന്ന് പറയുന്ന ലൈൻ ജോയിനിങ് ഫിക്സഡ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ജോയിനിങ് ഫിക്സഡ് ഒബ്ജക്റ്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന
ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്. ഫിക്സഡ് ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ എഴുതിയിരിക്കുന്ന? ടവേഴ്സ്, ലൈറ്റ് ഹൗസ്, ചിമ്മിനീസ് തുടങ്ങിയ ഫിക്സഡ് ആയിട്ടുള്ള ഏത് വേണമല്ലോ ഫിക്സഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ വെച്ച് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു മെറിഡിയനെ പറയുന്ന പേരാണെന്ത്? ആർബിട്രറി മെറിഡിയൻ. ഓക്കെ, ആർബിട്രറി മെറിഡിയൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈപ്പ് മെറിഡിയൻ എന്ന് പറയുന്നത് ഗ്രിഡ് മെറിഡിയൻ. ഓക്കെ, ഗ്രിഡ് മെറിഡിയൻ. എന്താണ് ഗ്രിഡ് മെറിഡിയൻ? മെറിഡിയൻ ഫിക്സഡ് ഫോർ എ കൺട്രി. Okay, meridian fixed for a country for its survey purposes. Okay, നോക്കി ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ട്രൂ മെറിഡിയൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം അസ്ട്രോണമിക്കൽ സർവേ വേണം. മാഗ്നറ്റിക് മെറിഡിയൻ കണ്ടുപിടിച്ചാലും അതെന്ത് സംഭവിക്കും? വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നൊരു ഡയറക്ഷൻ കാണിക്കും, നാളെ കുറച്ച് മാറിയായിരിക്കും കാണിക്കുന്നത്. ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും എനിക്ക് എടുക്കാം. നോക്കി, ഒരു രാജ്യത്തിനേതായിട്ടുള്ള കുറേ അധികം സർവേ വർക്കുകളുണ്ട്. ആ സർവേ വർക്കുകൾക്കെല്ലാം വേണ്ടിയിട്ട് ആ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു മെറിഡിയൻ എവിടെയോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡയറക്ഷൻ ഇതൊരു കൺട്രിയാണ്. ഓക്കെ, ഇതൊരു രാജ്യമാണ്. ഓക്കെ, ആ കൺട്രിയുടെ സർവേ വർക്കുകൾക്കായി ആ രാജ്യം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറിഡിയനെ പറയുന്ന പേരാണെന്ത്? ഗ്രിഡ് മെറിഡിയൻ. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്തു? 4 ടൈപ്പ് മെറിഡിയൻ പഠിച്ചു. അതിൽ ഈ രണ്ടെണ്ണം ഇത്രയും പഠിച്ച് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. ഓക്കെ, ആർബിട്രറി മെറിഡിയനെയും ഗ്രിഡ് മെറിഡിയനെയും ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതിനെ നമ്മൾ തൽക്കാലം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ഇനിയൊന്നും പഠിക്കാനില്ല. ഓക്കെ, ഇതാ നോക്കിയേ, എന്തിനാണ് നമ്മൾ ഇത്രയും നേരം മെറിഡിയനുകളെ കുറിച്ച് സംസാരിച്ചത്? എന്തിനാണ് മെറിഡിയനുകളെ കുറിച്ച് സംസാരിച്ചേ? മെറിഡിയൻ എന്താണ്? മെറിഡിയൻ ഫിക്സഡ് ഡയറക്ഷൻ. ഓക്കെ, ഫിക്സഡ് ഡയറക്ഷനെ റെഫർ ചെയ്തുകൊണ്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനുള്ള? എൻ്റെ സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ പറയാനുള്ള എന്താ? ഫിക്സഡ് ലൈനുകളെ വെച്ചുകൊണ്ട് വേണം, ഫിക്സഡ് ഡയറക്ഷനെ വെച്ചുകൊണ്ട് വേണം എനിക്ക് സർവേ ലൈനുകളെ കുറിച്ച് പറയാനുള്ള. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ചാപ്റ്ററിലേക്കൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. നോക്കിയേ, ആദ്യം ഞാൻ ചെയ്തത് ഏതായിരുന്നു? ഫസ്റ്റ് മെറിഡിയൻ ഈസ് ട്രൂ മെറിഡിയൻ. എന്താണ് ട്രൂ മെറിഡിയൻ എന്ന് വിശദമായിട്ട് നമ്മൾ നോക്കി. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ? മാഗ്നെറ്റിക് മെറിഡിയൻ. ഓക്കെ, എന്തിനാ മെറിഡിയൻ ഫിക്സ് ചെയ്തതെന്ന് നമ്മൾ നോക്കി. ഫിക്സഡ് ഡയറക്ഷൻ നോക്കിയേ. ഇനി എനിക്കൊരു സർവേ ലൈൻ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച അതേ സർവേ ലൈൻ ഏതായാലും നമ്മൾ എടുത്ത BC എന്ന് പറയുന്ന സർവേ ലൈൻ. ഈ സർവേ ലൈനിന്റെ ഡയറക്ഷൻ ദാ നോക്കിയേ. എനിക്ക് എന്തുണ്ട് ഇവിടെ? ഒരു ട്രൂ മെറിഡിയൻ ഉണ്ടല്ലേ? ട്രൂ മെറിഡിയൻ. ഇതെന്താണ്? ട്രൂ മെറിഡിയൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ട്രൂ നോർത്ത് എന്ന് എഴുതുന്നു. ഇതെന്താണ്? ട്രൂ മെറിഡിയൻ. ഓക്കെ, ഇവിടെ ഞാൻ എന്തെടുക്കുന്നു? ഒരു മാഗ്നറ്റിക് കോമ്പസ് കാണിച്ചു തന്ന ഡയറക്ഷൻ എടുക്കുന്നു. സോ ഇതിനെ ഞാൻ എന്തെഴുതുന്നു? മാഗ്നറ്റിക് നോർത്ത് എന്ന് എഴുതുന്നു. ഇതെന്താണ്? എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, ഈ ട്രൂ നോർത്തിനെ വെച്ച് വിത്ത് റെസ്പെക്ട് ഈ ട്രൂ മെറിഡിയനെ വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ എൻ്റെ സർവേ ലൈനിന്റെ ആംഗിൾ അഥവാ ഡയറക്ഷൻ പറയുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ട്രൂ ബിയറിംഗ്. മെറിഡിയൻ തരുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ഫിക്സഡ് മെറിഡിയനെയാണ് എന്താ നമ്മൾ പറയുന്നത്? ബിയറിംഗ് എന്ന് പറയുന്നത്. ട്രൂ മെറിഡിയൻ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ട്രൂ ബിയറിംഗ് ഓഫ് എ സർവേ ലൈൻ. അതേസമയം മാഗ്നറ്റിക് മെറിഡിയനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഞാനൊരു സർവേ ലൈനിന്റെ ഡയറക്ഷൻ പറയുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ബിയറിംഗ്. മനസ്സിലായല്ലോ എന്താണ് ട്രൂ ബിയറിംഗ്?
ട്രൂ മെറിഡിയൻ വെച്ചിട്ടാണ് ഞാൻ ആംഗിൾ പറയുന്നതെങ്കിൽ അതിനെ പറയുന്നവരാണ് ട്രൂ ബിയറിംഗ്. എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് രണ്ട് ടൈപ്പ് ബിയറിംഗ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് എന്താണ് ട്രൂ ബിയറിംഗ്, നെക്സ്റ്റ് എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പഠിച്ച അതേ കൺസെപ്റ്റ് ഇവിടെയും കൊടുക്കാം. ഞാൻ എടുക്കുന്ന ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു മെറിഡിയൻ ആണെങ്കിൽ ആർബിട്രറി മെറിഡിയനെ വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ എൻ്റെ ലൈനിൻ്റെ ആംഗിൾ പറയുന്നെങ്കിൽ എനിക്ക് ഇതിനെന്തെന്ന് പറയാം? ആർബിട്രറി ബിയറിംഗ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഗ്രിഡ് മെറിഡിയൻ എടുത്തും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, തൽക്കാലം അവരൊക്കെ അങ്ങ് പോട്ടെ, നമുക്ക് ഇവരാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ട്രൂ മെറിഡിയൻ കണ്ടുപിടിച്ചു, മാഗ്നറ്റിക് മെറിഡിയനും കണ്ടുപിടിച്ചു. നോക്കി, ഇതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന വാല്യൂ ഏതാണ്? ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നത്. കാരണം എന്താ? ട്രൂ നോർത്ത് ഒരിക്കലും മാറത്തില്ല, ഇവിടെ തന്നെ ആയിരിക്കും. നോക്കിയേ, മാഗ്നറ്റിക് ബിയറിങ്ങിന് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ആ മാഗ്നറ്റിക് മെറിഡിയൻ ഭൂമിയുടെ മാഗ്നറ്റിസത്തിനനുസരിച്ച് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ ഇതാണ് ട്രൂ ബിയറിംഗ്, മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ കോമ്പസ് ഏത് ബിയറിംഗ് ആണ് തരുന്നത്? കോമ്പസ് തരുന്ന ഡയറക്ഷൻ എന്താണ്? നോക്കിയേ, ഡയറക്ഷൻ ഏതൊക്കെയുണ്ട്? ഡയറക്ഷൻ എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ടല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ബിയറിംഗ്. ഓക്കെ, കോമ്പസ് തരുന്നത് എന്തായിരിക്കും? എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു നോർത്ത് അല്ലേ. സോ കോമ്പസ് തരുന്ന എപ്പോഴും എന്തായിരിക്കും? ബിയറിംഗ് ആയിരിക്കും. ഓക്കെ, ബിയറിംഗ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ബിയറിംഗ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ട്രൂ ബിയറിംഗും ഉണ്ട്, മാഗ്നറ്റിക് ബിയറിംഗും ഉണ്ട്. നമ്മുടെ കോമ്പസ് തരുന്ന ബിയറിംഗ് എപ്പോഴും ഏതായിരിക്കും? ട്രൂ ആയിരിക്കോ മാഗ്നറ്റിക് ആയിരിക്കോ? മാഗ്നറ്റിക് ബിയറിംഗ് ആയിരിക്കും മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴും തരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഫണ്ടമെൻ്റൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കാനുള്ളത്. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി ഡെപ്തിലേക്കൊന്ന് പോവാം. നമുക്ക് മെറിഡിയൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മെറിഡിയനുകൾ വെച്ചുകൊണ്ട് എങ്ങനെയെല്ലാം ബിയറിങ്ങുകൾ നമുക്ക് എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ശരി. ഞാനൊരു മെറിഡിയൻ വരയ്ക്കുകയാണ്. മെറിഡിയൻ ഫിക്സഡ് ഡയറക്ഷൻ. ഇതെന്ന് പറയുന്നത് എന്താകാം? ഒന്നുകിൽ ട്രൂ മെറിഡിയൻ ആകാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ ആകാം. രണ്ടു പേർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു മെറിഡിയൻ വരച്ചിട്ടുണ്ട്. മെറിഡിയൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നോർത്ത് എന്ന് പറയുന്നു, താഴെ സൗത്ത് പറയുന്നു. ഓക്കെ, നോർത്ത് സൗത്ത് ഉണ്ട്. ഇനി എനിക്ക് എന്തുണ്ട്? ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ളത്. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ശരി. എനിക്കിതേ ഒരു സർവേ ലൈൻ ഉണ്ട്. ഈ സർവേ ലൈനിൻ്റെ ബിയറിംഗ് ഞാൻ കണ്ടുപിടിക്കണം. എന്താണ് ബിയറിംഗ്? ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ് മെറിഡിയൻ എനിക്കറിയാം. ഓക്കെ, ശരി. ഞാനിവിടെ എന്ത് ചെയ്യുന്നു? നോർത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ആയിട്ട് ഞാനൊരു ആംഗിൾ കണ്ടുപിടിച്ചിട്ട് തീറ്റ എന്ന് എഴുതി. ഇത് ബിയറിംഗ് ആണ്. ശരി, ഈ ഒരു പ്രൊസീജിയർ ഞാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ക്വാഡ്രന്റിൽ, ഈ ഒരു ക്വാഡ്രന്റിൽ കിടക്കുന്ന വരയുടെ തീറ്റ ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യും? ഇങ്ങനെ മാർക്ക് ചെയ്യും തീറ്റ. ഓക്കെ, ഈ ക്വാഡ്രന്റ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതിനെ ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ട് പറയുന്നു. ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, മൂന്നാമത് ഞാൻ എന്ത് ചെയ്യുന്നു? അതേ മെറിഡിയൻ വരയ്ക്കുന്നു. ഇവിടെ എൻ്റെ ലൈൻ കിടക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ക്വാഡ്രന്റിലാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആംഗിൾ പറയുന്നു. ഓക്കെ, ശരി. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ അതേ മെറിഡിയൻ വീണ്ടും വരയ്ക്കുന്നു. എൻ്റെ ലൈൻ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ ഫോളോ ചെയ്ത അതേ പാറ്റേൺ ഞാൻ ഇവിടെയും ഫോളോ ചെയ്യുന്നു. ഇവിടെ തീറ്റ. ഓക്കെ, ഇത് 4 നോക്കിയേ. ഈ ക്വാഡ്രന്റിലാണെങ്കിൽ ഞാൻ എവിടെ എടുക്കുന്നു? നോർത്തിൽ നിന്ന് എടുക്കുന്നു. ഫിക്സഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നോർത്തിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. അവിടെ നിന്ന് ഞാൻ ആംഗിൾ എടുക്കുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? നോർത്തിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു, ആംഗിൾ എടുക്കുന്നു. നമ്മുടെ നോർത്താണ്. ഓക്കെ, ഇനി എന്താ? ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ നോർത്തിൽ നിന്നും ആംഗിൾ എടുക്കുന്നു. ഇവിടെയും ഞാൻ എന്താ? തൊട്ടടുത്തതിൽ ഞാൻ എൻ്റെ നോർത്തിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ നിന്ന് ആംഗിൾ എടുക്കുന്നു. ഇങ്ങനെ നോർത്തിൽ നിന്നുമാണ് എൻ്റെ സർവേ ലൈനിലേക്കുള്ള ആംഗിൾ എടുക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള
ആ ഒരു ഡെസിഗ്നേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ മെഷറിംഗ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. ഓക്കെ, ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് എന്നാണ് അർത്ഥം അല്ലേ? ഹോളിന്റെ അർത്ഥം എന്താ? ഹോളിന്റെ അർത്ഥം കംപ്ലീറ്റ്. കംപ്ലീറ്റ് മീൻസ് ഫുൾ. സർക്കിൾ നമുക്കറിയാമല്ലേ, സർക്കിൾ. ഓക്കെ, ബിയറിംഗ് സിസ്റ്റം, ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. നോക്കിയേ, ആദ്യം ഞാൻ എടുത്ത ആംഗിൾ അത് ഇത്. ഓക്കെ, ആദ്യം ഞാൻ എടുത്ത ആംഗിൾ ഇങ്ങനെ ഒരു ആംഗിൾ എടുത്തു. രണ്ടാമത് ഞാൻ എടുത്ത ആംഗിൾ എത്ര? കുറച്ചുകൂടെ ഇങ്ങനെ താഴെ വന്നല്ലേ. മൂന്നാമത് ഞാൻ എടുത്ത ആംഗിൾ ഏതാ? കുറച്ചുകൂടെ കറങ്ങി ഇങ്ങ് വന്നല്ലേ. നാലാമത് ഞാൻ എടുത്ത ആംഗിൾ ഏതാ? ഇങ്ങ് വന്നല്ലേ. നോക്കിയേ, ഓരോ സ്ഥലത്തും നമ്മുടെ സർവേ ലൈൻ മാറുന്നതിനനുസരിച്ച് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ബിയറിംഗ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണിത് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. എന്തെന്ന് പറയും? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് അസിമുത്തൽ സിസ്റ്റം. ഓക്കെ, അസിമുത്തൽ സിസ്റ്റം, ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം അഥവാ അസിമുത്തൽ ബിയറിംഗ് സിസ്റ്റം. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ നോർത്തിൽ നിന്നുമാണ് ബിയറിങ്ങുകൾ എടുക്കാനുള്ളത്. നോർത്തിൽ നിന്നുമാണ് നമുക്ക് ബിയറിംഗ് എടുക്കാനുള്ളത്. ശരി, ഇവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ, ഫസ്റ്റ് ക്വാഡ്രന്റ് ഏതാ? ഇവിടെയാണ് നമ്മുടെ സർവേ ലൈൻ കിടക്കുന്നതെങ്കിൽ നമ്മുടെ തീറ്റ വേരി ചെയ്യുന്ന എത്രയായിരിക്കും? ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഞാൻ നോർത്തല്ലേ റെഫർ ചെയ്തിരിക്കുന്നത്. റെഫറൻസിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? 0 ഡിഗ്രി കൊടുക്കുന്നു അല്ലേ. ഇത് ഈസ്റ്റ് വരുമ്പോൾ എത്രയാകും? 90 ഡിഗ്രി അല്ലേ. സോ തീറ്റ വേരി ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും? 0 to 90 ഡിഗ്രി വരെ ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ വേരി ചെയ്യുക. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലോ ഏതാ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്? ഇവിടെയാണ് അല്ലേ. നോക്കി, ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കാനുള്ളത്. നോക്കി, ഈ മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 90. 90ന്റെ മേലിൽ പോയാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയി പോകും അല്ലേ. 90 ഉണ്ട്, ഇവിടെ എത്രയുണ്ട്? 180 ഉണ്ട്. സോ നമ്മുടെ തീറ്റ വേരി ചെയ്യുന്ന എത്രയായിരിക്കും? 90 തൊട്ട് 150, 90 to 180 ആയിരിക്കും അല്ലേ. ശരി, നമ്മുടെ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിലോ? തേർഡ് ക്വാഡ്രന്റ് എവിടെ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ തേർഡ് ക്വാഡ്രന്റ് ഇവിടെ അല്ലേ. എത്രയിൽ വന്നു? 180 വരെ വന്നു അല്ലേ. 180ൽ കുറവാണെങ്കിൽ അത് എവിടെ പോകും? സെക്കൻഡ് ക്വാഡ്രന്റിലായി പോകും അല്ലേ. സോ 180 നിന്ന് 90 കൂട്ടുമ്പോൾ എത്ര? 270 അല്ലേ. സോ ഇവിടെ നമ്മളെ തീറ്റ വേരി ചെയ്യുന്ന എത്ര തൊട്ട് എത്ര വരെ ആയിരിക്കും? 180 തൊട്ട് 270 വരെ ആയിരിക്കും വേരി ചെയ്യുന്നത് അല്ലേ. ശരി, ഇനി എൻ്റെ സർവേ ലൈൻ കിടക്കുന്നത് ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ ഇങ്ങനെയല്ലേ ഞാൻ തീറ്റ മാർക്ക് ചെയ്യുന്നത്. ഇത് എത്ര? 270 ഡിഗ്രി. ഇതിന് എനിക്ക് 0 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ എത്രയെന്ന് പറയാം? 360 ഡിഗ്രി എന്ന് പറയാം അല്ലേ. സോ ഇവിടെ തീറ്റ വേരി ചെയ്യുന്ന എത്ര തൊട്ട് എത്ര വരെ ആയിരിക്കും? 270 to 360 ഡിഗ്രി വരെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ തീറ്റ ഹോളായിട്ട് എത്ര തീറ്റ വേരി ചെയ്യുന്ന? തീറ്റ വേരീസ് ഫ്രം 0 to 360 ഡിഗ്രി അല്ലേ. ഓക്കെ, ഓരോ ക്വാഡ്രന്റിലും നമ്മൾ പറഞ്ഞു 0 to 90, 90 to 180, 180 to 270, 270 to 360. ഹോൾ സർക്കിൾ ബിയറിംഗിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എപ്പോഴും എത്രയായിരിക്കും? 0-നും 360 ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഓർത്ത് വെച്ചോളൂ, നമുക്ക് ഒത്തിരി സ്ഥലത്ത് ഉപയോഗം വരും. ഹോൾ സർക്കിൾ ബിയറിംഗിലെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0-ക്കും 360-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, 0-ക്കും 360-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുന്നത്. ശരി, ഇനിതാ ഞാൻ അതേ മെറിഡിയനെ കൺസിഡർ ചെയ്യുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. എനിക്കറിയാം എൻ്റെ സർവേ ലൈൻ എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കുന്നു. ഓക്കെ, ഞാൻ രണ്ടാമത്തെ കൺസിഡർ ചെയ്യുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. എൻ്റെ സർവേ ലൈൻ എവിടെ? സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കുന്നു. വീണ്ടും ഞാൻ എൻ്റെ മെറിഡിയൻ കൺസിഡർ ചെയ്തു നോർത്ത്. ബാക്കിയൊക്കെ എനിക്കറിയാം. എൻ്റെ സർവേ ലൈൻ എവിടെ കിടക്കുന്നു? തേർഡ് ക്വാഡ്രന്റിൽ കിടക്കുന്നു. നോർത്ത്, എൻ്റെ സർവേ ലൈൻ എവിടെ കിടക്കുന്നു? ഫോർത്ത് ക്വാഡ്രന്റിൽ കിടക്കുന്നു. നേരത്തെ നമ്മൾ എന്തായത്? നോർത്തിൽ നിന്ന് അളന്നു. ഇങ്ങനെ എത്രയുണ്ട് എൻ്റെ സർവേ ലൈനിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഇതിൽ നോർത്ത് സൗത്തിൽ വരച്ചിരിക്കുന്ന ഈ വരയാണ് നമ്മുടെ എന്ത്? മെറിഡിയൻ. ഓക്കെ, ഇവിടെയും ഈ വരയാണ് എന്ത്? നമ്മുടെ മെറിഡിയൻ. ഇവിടെയും ഈ വരയാണ് എന്ത്? നമ്മുടെ മെറിഡിയൻ. ഇവിടെയും ഈ വരയാണ് നമ്മുടെ മെറിഡിയൻ. നോക്കിയേ, ഈ ലൈനിന്റെ നമ്മുടെ സർവേ ലൈനിന്റെ ഏറ്റവും അടുത്തുള്ള മെറിഡിയൻ പോർഷനിൽ നിന്ന് ആംഗിൾ എടുക്കുക. ഏറ്റവും അടുത്തുള്ള മെറിഡിയൻ പോർഷനിൽ നിന്നും ആംഗിൾ എടുക്കുക. ഈ സർവേ ലൈനിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന മെറിഡിയൻ ലൈനിന്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ നോർത്തിലേക്കുള്ള ഈ പോർഷൻ ആണല്ലേ. സോ നോർത്തിൽ നിന്ന് ഞാൻ എന്തെടുക്കുന്നു? തീറ്റ
ഈസ്റ്റിലേക്ക് എടുക്കുന്നു. നോർത്തിൽ നിന്ന് ഈസ്റ്റ്. എനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. നോർത്തിൽ നിന്ന് ഈസ്റ്റിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് പോവുക. ഞാൻ എന്ത് ചെയ്യുന്നു? നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് എടുക്കുന്നു. ഓക്കെ. ഈ ലൈൻ ആണെങ്കിൽ ഇവിടെയും ഞാൻ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക. സർവേ ലൈനിന്റെ ഏറ്റവും അടുത്തുള്ള മെറിഡിയനിൽ നിന്നുള്ള ആംഗിൾ എടുക്കുക. ഇവിടെ ഏറ്റവും അടുത്തുള്ള മെറിഡിയൻ ഏതാണ്? ദാ നോർത്തിലേക്കുള്ള ഈ വര. സോ ഇതാണ് എന്ത്? എൻ്റെ തീറ്റ. മനസ്സിലായോ? ദാ സൗത്തിൽ നിന്നും ഞാൻ എങ്ങോട്ട് എടുത്തിരിക്കുന്നു? ഈസ്റ്റിലേക്ക് എടുത്തിരിക്കുന്നു. ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഈ ലൈനിന്റെ ഏറ്റവും അടുത്ത്. നോക്കിയാൽ രണ്ടാമത്തെ പോർഷൻ ഏതാ? ഇതാണ്. ഇത് അടുത്ത് കിടക്കുകയാണോ? ഈ നോർത്ത് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ OAയുടെ അടുത്ത് കിടക്കുകയല്ലല്ലോ, ദൂരത്ത് കിടക്കുകയല്ലേ. അടുത്ത് കിടക്കുന്ന ആരാണ്? സൗത്ത് ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? സൗത്തിൽ നിന്നുള്ള ആംഗിൾ എടുത്തു. ഇനി ഇതാ നോക്കിയേ, ഇവിടെ ഈ സർവേ ലൈനിന്റെ അടുത്തുള്ളത് ആരാ? ഇവിടെയും സൗത്ത് തന്നെയാണല്ലേ. സോ ഞാൻ എവിടെ നിന്ന് എങ്ങോട്ട് എടുത്തു? സൗത്തിൽ നിന്നും വെസ്റ്റിലേക്ക് θ° മാർക്ക് ചെയ്തു. ഇവിടെ ആണെങ്കിലോ അടുത്ത് കിടക്കുന്ന ആരാണ്? എൻ്റെ നോർത്ത് ആണല്ലേ. നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക് ഞാൻ θ° മാർക്ക് ചെയ്തു. ഇത് എങ്ങനെ എഴുതും എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. നോക്കിയേ, നമ്മൾ എന്ത് ചെയ്തോ അത് വാ കൊണ്ട് പറയുക, എന്നിട്ട് എഴുതുക. നോർത്തിൽ നിന്നും θ° ഈസ്റ്റിലേക്ക് എടുത്തു. നമ്മൾ എന്ത് ചെയ്തു അത് പറഞ്ഞു, നമ്മൾ എഴുതി. നോർത്തിൽ നിന്നും θ° ഈസ്റ്റിലേക്ക് എടുത്തു. ഇവിടെയോ സൗത്തിൽ നിന്നും θ° ഈസ്റ്റിലേക്ക് എടുത്തു. ഓക്കെ, സൗത്തിൽ നിന്നും θ° നമ്മൾ പറയുന്നു, എഴുതുന്നു. സൗത്തിൽ നിന്നും θ° വെസ്റ്റിലേക്ക് എടുത്തു. ഇവിടെയോ നോർത്തിൽ നിന്നും θ° വെസ്റ്റിലേക്ക് എടുക്കുന്നു. നോക്കിയേ, ഈ തീറ്റയുടെ വേരിയേഷൻ, ആംഗിളിന്റെ വേരിയേഷൻ എത്ര വരൂ? 0ക്കും 180ക്കും ഇടയിൽ മാത്രമേ വരുവുള്ളൂ അല്ലേ. ഈ ആംഗിൾ, ഈ ലൈൻ ഇവിടെയാണെങ്കിൽ 0ക്കും 90ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ 0ക്കും 90ക്കും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ 0ക്കും 90ക്കും. ഇതുവരെ എത്രയാണ്? 0 to 90 ആണ്. അതേസമയം ഇത് ഇപ്പുറത്ത് വന്നാലോ, നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണല്ലേ, അപ്പോഴും 0ക്കും 90ക്കും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. ഇവിടെ വന്നാലും 0ക്കും 90ക്കും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. എവിടെ വന്നാലും തീറ്റ എന്ന് പറയുന്നത് 0ക്കും 90ക്കും. തീറ്റ ഈസ് ഓൾവേസ് വേരീസ് ഫ്രം 0 to 90°. ഇവിടെയും 0 to 90°. ഇവിടെയും 0 to 90°. ഇവിടെയും 0 to 90°. 0 to 90°. മറ്റിടത്ത് എങ്ങനെയായിരുന്നു? ഹോൾ സർക്കിൾ ബിയറിംഗിൽ എങ്ങനെയായിരുന്നു? 0 to 360° അല്ലേ. ഇവിടെ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബിയറിങ്ങുകളെ ചെറുതാക്കി അല്ലേ. നേരത്തെ 0 തൊട്ട് 360 വരെ ഹോളായിട്ട് കിടന്നെങ്കിൽ ഇവിടെ എത്താ 0 തൊട്ട് 90 വരെ, 0 to 90 വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ചെറുതാക്കി, റെഡ്യൂസ് ചെയ്തു. സോ ഈ ടൈപ്പ് ഓഫ് ബിയറിംഗ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത്? റെഡ്യൂസ്ഡ് ബിയറിംഗ്. എന്താണ്? റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ്, നോക്കിയേ, ഓരോ ക്വാഡ്രന്റ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്താൽ. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഒരു പേര്, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ വേറൊരു പേര്, തേർഡിലാണെങ്കിൽ വേറൊരു പേര്, ഫോർത്തിലാണെങ്കിൽ വേറൊരു പേര്. ഓക്കെ, ക്വാഡ്രന്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം. ഓക്കെ, ഒന്നുകിൽ ഞാൻ എന്തെന്ന് പറയുന്നു? റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയുന്നു? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്താ ബിയറിങ്ങിനെ ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റവും ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, രണ്ടും പറഞ്ഞ് മനസ്സിലായല്ലോ. ശരി, ഇവിടെ നാം നോക്കിയേ, ഇനി ആംഗിളിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇവിടെ നോക്കിയേ, ആംഗിളിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. ഇവിടെയും ആംഗിളിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ്, അവിടെയും ക്ലോക്ക് വൈസ്, അവിടെയും ക്ലോക്ക് വൈസ്. എല്ലായിടത്തും ആംഗിളിന്റെ ഡയറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ആണല്ലേ. ആംഗിളിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡയറക്ഷൻ ഈസ് ഓൾവേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല. ഒരു ക്ലോക്ക് പോണത് പോലെ, ഇങ്ങനെയാണ് നമ്മുടെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത്. ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലാണെങ്കിലോ ചിലപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ക്ലോക്ക് വൈസ്, ഇതെന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ്. ഇതെന്താണ്? ക്ലോക്ക് വൈസ്, ഇതെന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ്. 2 തവണ ക്ലോക്ക് വൈസ്, 2 തവണ ആന്റി ക്ലോക്ക് വൈസ്. ആംഗിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ബോത്ത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. PSC വേണമെങ്കിൽ ചോദിക്കാം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നത് എവിടെ? നമുക്ക് എന്ത് എഴുതാം? ഉത്തരം എഴുതാം, ഹോൾ സർക്കിൾ ബിയറിംഗ്, അല്ലെങ്കിൽ മറ്റൊരു പേര് അസിമുത്തൽ ബിയറിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കോമ്പസ് സർവേയിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. നോക്കിയേ,
എനിക്ക് 2 വരയുണ്ട്. ഈ 2 വരകൾ പാരലാണ്. ഈ പാരലൽ വരകൾക്കിടയിൽ, പാരലൽ ലൈൻസിനിടയിൽ മറ്റൊരു ലൈൻ ഉണ്ട്. ഓക്കെ, മറ്റൊരു ലൈൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആംഗിളുകൾ തുല്യമായിരിക്കും? ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായിരിക്കും. ഓക്കെ, അതുപോലെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തുല്യമായിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിൾ തുല്യമായിരിക്കും. എല്ലാം കൂടെ ഒന്നും ഞാൻ എഴുതുന്നില്ല. നമുക്ക് ഇതിന് കുറേ റിലേഷൻ എഴുതാൻ പറ്റും. നമുക്ക് വേണ്ട റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? തുല്യമായിരിക്കും. ഇത് തീറ്റ ഡിഗ്രി ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? തീറ്റ ഡിഗ്രി. ഇതിൽ കുറേ റിലേഷൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ തൽക്കാലം ഡീൽ ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം നോക്കി വയ്ക്കുക. അതുപോലെ ഇത് സെയിം ലൈൻ 2 ഞാൻ വരയ്ക്കുന്നു. ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ലൈനിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. 180. ഓക്കെ, 180 ഡിഗ്രി ആയിരിക്കും. ഏത് ലൈൻ എടുത്താലും അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഇത്രയും പ്രിൻസിപ്പിൾ, ഇത് മാത്രം മതി. ഒറ്റ ഇക്വേഷൻ കാണാതെ പഠിക്കാതെ നമുക്ക് ഇതിലെ മൊത്തം പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ശരി. ഇനിതാ നമ്മൾ നേരത്തെ പഠിച്ച ഹോൾ സർക്കിൾ ബിയറിംഗ് ആൻഡ് ക്വാഡ്രന്റൽ ബിയറിംഗ്, ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഇവ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.